റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക് എന്ന ഒരു കോഴ്സ് ITI അടക്കമുള്ള സ്കിൽ ട്രെയിനിങ് മേഖലകളിൽ സ്കിൽ ഇന്ത്യയിലൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു പഠന മേഖലയാണ്. ഈ ഒരു തൊഴിലിടത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ സാധ്യതകളുടെ വിശാലമായൊരു ലോകം തന്നെയുണ്ട്. കാരണം നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ AC മെക്കാനിക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിലുള്ള ഫ്രിഡ്ജ് അല്ലെങ്കിൽ വീട്ടിലുള്ള AC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുള്ള ഫ്രിഡ്ജ് AC എന്നതിനപ്പുറത്തേക്ക് വലിയൊരു തൊഴിലിടമാണിത്. നമ്മൾ ഒരിക്കലും കാണാത്ത ഈ വലിയ തോതിലുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് പൂർണ്ണ രീതിയിലേക്ക് പ്രവർത്തന സജ്ജമാകുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ കപ്പലുകളിൽ, മദർഷിപ്പുകളിൽ കൊണ്ടിറക്കിയ പ്രോഡക്റ്റുകൾ കടത്തിക്കൊണ്ടു പോകേണ്ടതായിട്ടുണ്ട്. അതിനെ കപ്പലുകളിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ലോറികളിലോ കണ്ടെയ്നറുകളിലോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുമ്പോൾ പലപ്പോഴും വെയർഹൗസിങ് വലിയൊരു ഘടകമാണ്. പല പ്രോഡക്റ്റുകളും ഇപ്പോൾ പച്ചക്കറി പോലെയുള്ള, മെഡിസിൻ പോലെയുള്ള, ഫിഷ് പോലെയുള്ള, മീറ്റ് പോലെയുള്ള, ഫാർമസ്യൂട്ടിക്കൽ പോലെയുള്ള പല സാധനങ്ങളും നമുക്ക് ഏറെക്കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് ഫ്രീസ് ചെയ്തോ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ പോലെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വെയർഹൗസിങ് വലിയ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന വെയർഹൗസിങ് ചെയ്യപ്പെട്ട സാധനങ്ങൾ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ലോറിയിൽ ഡീപ് ഫ്രീസിങ് വരാം, അല്ലെങ്കിൽ നോർമൽ ഫ്രീസിങ് വരാം, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് വരാം. അത് ഹോസ്പിറ്റലുകളിലും തിയേറ്ററുകളിലും അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിലും കാറുകളിലും ഒക്കെ എയർ കണ്ടീഷനിങ്ങിൻ്റെ ആവശ്യം വളരെ വിപുലമാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള എല്ലാ കാറുകളും ഇന്ന് AC യൂസ് ചെയ്യുന്നവയാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലായിട്ടുള്ള കാറുകളൊക്കെ വരുമ്പോഴത്തേക്കും മറ്റൊരു സാധ്യത കൂടി അവിടെ ഈ ഒരു മേഖലയിൽ കാണാൻ നമുക്ക് കഴിയുന്നത് ബാറ്ററി ചൂടാകാത്ത തരത്തിൽ അതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുകൊണ്ടുവരും. അതും യഥാർത്ഥത്തിൽ ഏതാണ്ട് ഇതേ തൊഴിൽ ഇടമായിട്ട് പിന്നീട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കൂടാതെ സാധ്യതകളുടെ വിശാലമായ ലോകം എടുക്കുമ്പോഴത്തേക്കും വീടിൻ്റെ ആയാലും ഒരു തിയേറ്ററിൻ്റെ ആയാലും അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആയാലും ഹീറ്റ്, വെൻറ്റിലേഷൻ എന്നിവ പ്രോപ്പറായിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട്. കൺസീൽ ചെയ്യപ്പെട്ട, സീലിംഗ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് അതിനകത്ത് AC ചെയ്യുമ്പോൾ AC തന്നെ പല തരത്തിലുള്ള ACകളുണ്ട്. വിൻഡോ AC ഉണ്ട്, സ്പ്ലിറ്റ് AC ഉണ്ട്, അതുപോലെ തന്നെ ടവർ AC ഉണ്ട്, അത് സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന എയർ കണ്ടീഷണറുകളുണ്ട്. ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ നോക്കൂ, നമ്മളിതിൻ്റെ ഇൻസ്റ്റലേഷൻ മാത്രമല്ല, നിർമ്മാണം, ഇൻസ്റ്റലേഷൻ മാത്രമല്ല, ഇതിൻ്റെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വയറിംഗ് ഇലക്ട്രിക്കൽ ഡയഗ്രാം കൂടി കുട്ടികൾക്ക് വായിക്കാനും അത് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള കഴിവുകൾ ഈ കുട്ടികൾ വളർത്തേണ്ടി വരും. ഡീപ് ഫ്രീസിങ് പോലുള്ള മേഖലകളിലേക്ക്, ഇപ്പോൾ കപ്പലിലൊക്കെ അല്ല നമ്മൾ ബോട്ട് മത്സ്യബന്ധന യാനങ്ങളിലൊക്കെ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണത് കരയിലേക്ക് എത്തുക. അപ്പോൾ ഈ മത്സ്യം കേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ അതിനകത്ത് ഡീപ് ഫ്രീസിങ് വേണ്ടി വരാം. അപ്പോൾ അതുപോലെ ഉള്ള സാധ്യതകൾ, ചില മെഡിസിൻസ് ഹീറ്റ് റെഗുലേറ്റ് ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ സെൻറ്റിഗ്രേഡിൽ മാത്രം, അതിൽ കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. അപ്പോൾ പ്രോപ്പറായിട്ടത് നിലനിർത്തുന്ന തരത്തിലേക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ റെഗുലൈസ് ചെയ്യുന്ന മേഖലകൾ ഇവിടെയെല്ലാം തൊഴിലിടങ്ങളാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വേണമെന്നുണ്ടെങ്കിൽ AC മെക്കാനിക്കിൻ്റെ ആവശ്യമുണ്ട്. AC ഓപ്പറേറ്റർ തിയേറ്ററുകളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ ആൾക്കാരുണ്ടാകും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു കോഴ്സായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതിൻ്റെ ഏരിയ വളരെ വിശാലമാണ്. ഗൾഫ് കൺട്രീസിലൊക്കെ ഇതിൻ്റെ റുട്ടീൻ സർവീസിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസ് പോലെയുള്ള വളരെയധികം ചൂടുള്ള രാജ്യങ്ങളിൽ സാധ്യതകൾ വളരെ കൂടിക്കൊണ്ടിരിക്കും. ഈ തൊഴിലിടത്തിൻ്റെ പ്രസക്തി വളരെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് പഠിച്ച് പോകാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. ഏതാണ്ടൊരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ITI പ്രോഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിൽ ഇന്ത്യ പ്രോഗ്രാമോ NCVTയോ SCVTയോ പോലുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് ഈ തൊഴിലിടത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. സർക്കാർ ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിൽ, സിനിമാ തിയേറ്ററുകളിൽ, വലിയ ഷോപ്പിംഗ് മാളുകളിൽ, വലിയ ഓഫീസുകളിൽ,
അതുപോലെ തന്നെ കാർ കമ്പനികൾ പോലെയുള്ള മോട്ടോർ വെഹിക്കിൾ, ഇപ്പോൾ ലോറിയിലൊക്കെ നമുക്ക് ക്യാബിൻ AC ചെയ്തിരിക്കണം എന്നൊക്കെ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം, കാരണം ചൂട് കൂടുന്ന ലോകമാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ ആ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകളായാലും ഓഫീസുകളായാലും വാഹനങ്ങളായാലും പണിയിടങ്ങളായാലും ഒക്കെ ചൂടിനെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. അത് പ്രൊഡക്ടിവിറ്റിയെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നൊരു ഘടകമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ, അത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, സ്വാഭാവികമായിട്ട് ഇതൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്, മോട്ടോറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വൈൻഡിങ്ങും അതിൻ്റെ ഇലക്ട്രിഫിക്കേഷനും അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഹീറ്റ് വെൻറ്റിലേഷൻ, അതിൻ്റെ ഇൻസുലേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കൃത്യമായ ധാരണ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാതെ വളരെ വേഗത്തിൽ തണുപ്പ് കിട്ടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വേഗത്തിൽ ഫ്രീസാകുന്ന തരത്തിലേക്ക് പോകണമെങ്കിൽ ഇൻസുലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹീറ്റ് വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നാണ് ഈ ഒരു മേഖലയെ പൊതുവെ നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ ചൂട് നിയന്ത്രിക്കണം, വെൻറ്റിലേഷൻ, ആവശ്യമില്ലാത്ത എയർ അല്ല ചൂടുള്ള എയറിനെ പുറത്തേക്ക് മാറ്റാൻ കഴിയണം, അതുപോലെ തന്നെ തണുപ്പിക്കണം. അപ്പോൾ തണുപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും AC-യുടെ പ്രവർത്തനം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അകത്തുള്ള ചൂടുവായുവിനെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് തണുപ്പിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ എയർ കണ്ടീഷനിങ്ങിൽ വരിക. അപ്പോൾ ഇത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്ക് ലോഡുള്ളൊരു മേഖലയും അല്ല യഥാർത്ഥത്തിൽ ഇത്. AC ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ ഉള്ള സാധ്യതകൾക്കൊപ്പം തന്നെ സർവീസിങ് സാധ്യതകൾ, ഇൻസ്റ്റാൾ ചെയ്യണം, പ്രോപ്പറായിട്ടത് സർവീസ് ചെയ്യണം, ഗ്യാസ് ഫില്ല് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് തുടർ സാധ്യതകളാണ്. ഇനി വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാം, അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഏജൻസി വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അത്തരത്തിലുള്ള സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ തൊഴിലിടം. ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ മികച്ച ശമ്പളത്തോടുകൂടെ, മാന്യമായ ശമ്പളത്തോടുകൂടെ ചെന്നെത്താൻ കഴിയുന്ന IT ട്രേഡുകളിലൊക്കെ നമുക്ക് ഗവൺമെൻറ് ITകളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അത് വളരെ ലാഭകരമാണ് പഠനം. കാരണം ഫീസില്ല, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട്. ഉച്ചഭക്ഷണം ഫ്രീ ആണ്, അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫ്രീ ആണ്. അങ്ങനെ ഒത്തിരി ആനുകൂല്യങ്ങൾ അവിടെ നമുക്ക് കുട്ടികളെ സ്കിൽഫുള്ളായിട്ടുള്ള ട്രേഡ് പഠിച്ചിറങ്ങുന്ന, സ്കിൽ ഗ്യാപ്പ് നികത്തിക്കൊണ്ട് പഠിച്ചിറങ്ങുന്ന, നമ്മുടെ ലേബർ ഫോഴ്സിൽ ആവശ്യമുള്ള, നമ്മൾ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സായ ഒത്തിരി ആൾക്കാർ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ടെക്നിക്കൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നതിനുള്ള ലേബർ ഫോഴ്സിൻ്റെ എണ്ണം യഥാർത്ഥത്തിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു സപ്ലൈ ഇല്ല എന്നുള്ളതൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത് 10ാം ക്ലാസ്സിന് ശേഷമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ITI പ്രോഗ്രാമിന് ചേരുക. ITI പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് RI സെൻറ്റർ വഴി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ട്രെയിനിങ് ലഭിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ അപ്രൻറ്റീസ്ഷിപ്പ് കിട്ടുന്നു. അത് സ്റ്റൈഫൻഡറി പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണമെങ്കിൽ കൂടുതൽ മികച്ച ഒരു തൊഴിലിടത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം അവിടെ ലഭ്യമാണ്. ആ സാധ്യതകളെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. വളരെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു മേഖലയാണ്. തൊഴിലിടങ്ങൾ പൊതുവെ ഡൗൺവേർഡ് ടെൻഡൻസി കാണിക്കുന്ന അപൂർവം ചില തൊഴിൽ മേഖലകളേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ വേഗത്തിലാണ്, ചിലത് വളരെ ഫാസ്റ്റ് മൂവിങ്ങുമാണ്. അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഫ്രീസിങ് അടക്കമുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒരുക്കുന്ന മേഖലകൾ, ഈ മത്സ്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫുൾ ടൈമേഴ്സ് ആയിട്ട് ഷിഫ്റ്റ് ബേസിലാണ് AC മെക്കാനിക്സ് ഉള്ളത്. കാരണം ഒരു സെക്കൻഡ് പോലും അവിടെ AC ഇല്ലാതെ, അതായത് ഫ്രീസർ ഇല്ലാതെ അവർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. കാരണം എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകളാണ് അവിടെ ഉള്ളത്. അതിലെന്തെങ്കിലും ഒരു ചെറിയ ബാക്ടീരിയൽ ഓർ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം, ഒരു AC മെക്കാനിക്കിൻ്റെ റോള് അവിടെ ആ കമ്പനിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്.
അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിൽ പ്ലേ ചെയ്യുന്നത് കൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട് അവിടെ. നമ്മളൊരു വീട്ടിലിപ്പോൾ നമുക്ക് കുറച്ച് സമയം AC ഇല്ലാതെ കഴിയാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ കുറച്ച് സമയം AC ഇല്ലാതെ ചിലപ്പോൾ കഴിയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ അത് സാധ്യമല്ല. ഒരു വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ലാബ്, ആ ലാബിൽ ഒരു കാരണവശാലും നമുക്ക് ഫ്രീസിങ് അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ പരാജയം, ഫ്രീസറിൻ്റെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ പരാജയം, അവിടെ ഫെയിലുവർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മെഡിസിൻ വിഘടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. ആ മെഡിസിൻ മോശമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിയാക്ഷൻ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യലായിട്ടുള്ള റോള് തന്നെയാണ് ഇത്തരം ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന AC മെക്കാനിക്കുകൾ നേരിടുന്നത്. അവർ ഫേസ് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന കുട്ടികളായിട്ട് വേണം നമ്മൾ സ്കിൽഫുള്ളായിട്ട് പുറത്തിറങ്ങാൻ. എങ്കിൽ മാത്രമേ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഫ്രീസിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. AC മെക്കാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇൻഡസ്ട്രീസിലുള്ള അവസരങ്ങൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യാൻ കഴിയുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ ഏതൊരു കുട്ടിക്ക് വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതയുടെ ഒരു ലോകം തന്നെയാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടെക്നിക്കൽ പഠന മേഖല.